കുറച്ചധികം നാളുകൾക്ക് ശേഷമുണ്ട് ഇതുപോലെ കുഞ്ഞു ചാള കിട്ടണത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചെടുത്ത് പീര വറ്റിക്കാമെന്ന് കരുതി. അതിനുവേണ്ടി മീനെല്ലാം വെട്ടത്തേച്ച് കഴുകി മാറ്റി വെക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തോരം മീൻ എടുക്കുന്നത് അതനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലോട്ട് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പെട്ടെന്നൊന്ന് ഒതുങ്ങി കിട്ടാനാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ. എന്നിട്ട് മൺചട്ടിയിലോട്ട് മീനിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഞാൻ കൈ കൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ സ്പൂൺ കൊണ്ട് കുത്തി ഇളക്കി വരുമ്പോഴത്തേക്ക് മീൻ വേറെ മുള്ള് വേറെയൊക്കെ കിടക്കും. അതുകൊണ്ടിട്ടാണ്. മെയിനായിട്ട് മറന്നുപോയി കുടംപുളി ഞാനൊരു നുള്ളു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളവും കുടംപുളിയും കൂടി അതിൽ ചേർത്ത് ഒന്നും കൂടി കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ അടപ്പത്തേക്ക് വെക്കാം. വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. അതിൽ വെള്ളമൊക്കെ വറ്റി മീൻ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി തട്ടിപ്പൊത്തി തീ ഓഫാക്കി അവിടെ വെച്ചേക്കാം കേട്ടോ. ഇനി ചോറ് തിന്നാൻ നേരമ്പോഴത്തേക്ക് മൂട് തുറക്കുമ്പോഴത്തേക്ക് ഒരു മണം നമ്മുടെ മൂക്കിലോട്ടടിക്കും. എന്നിട്ട് സലീം കുമാർ പറഞ്ഞ പോലെ ഇതുപോലെ മീനെടുത്ത് മുണങ്ങാം. അപ്പോൾ ഇത് രണ്ടാമത്തെ റെക്കോർഡാണ്, കേട്ടവർക്ക് അറിയാൻ പറ്റും, ക്ഷമിക്കണം കേട്ടോ.